ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി എത്ര പറഞ്ഞാലും അധികമാകില്ല എന്നെനിക്കറിയാം. എൻ്റെ നിത്യപ്രാർത്ഥനയിലും പൂജയിലും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മനസ്സിലുണ്ടാകും. പുണർത നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഓരോ ദശയും ദശാഫലങ്ങളും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഓരോ ദശയിലും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകും. എന്നാൽ ഓരോ ദശയിലുമുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാക്കാനും നമ്മുടെ പൂർവിക ആചാര്യന്മാർ ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറച്ച് ക്ഷമയും സമയവും അർപ്പണ മനസ്സുമുണ്ടെങ്കിൽ നമുക്കും അതിനു സാധിക്കും. പുണർതം നാളുകാരുടെ ജനനം വ്യാഴദശയിലാണ്. 16 വർഷക്കാലമാണ് വ്യാഴദശാകാലം. എന്നാൽ പുണർതം നക്ഷത്രം തുടങ്ങുന്ന സമയത്തു ജനനമാണെങ്കിൽ മാത്രമേ ഈ 16 വർഷക്കാലം വ്യാഴദശ അനുഭവത്തിൽ വരൂ. നക്ഷത്രം മുന്നോട്ട് പോകും തോറും ദശാവർഷം കുറഞ്ഞു വരും. ആദ്യ ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് വരുന്ന ഓരോ ദശകൾക്കും അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാകാലം എത്രയാണോ അത് അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ നോക്കിയാൽ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിൽ പറഞ്ഞിട്ടുണ്ടാവും ജന്മശിഷ്ട ദശ വ്യാഴം ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം എന്നുള്ളത്. പുണർതം നാളുകാർക്ക് അവരുടെ ജന്മഗർഭശിഷ്ട ദശ വ്യാഴം എത്ര വർഷം ബാക്കിയുണ്ടോ അതായിരിക്കും അനുഭവത്തിൽ കിട്ടുന്ന ആദ്യ ദശാകാലം. പുണർതം നക്ഷത്രക്കാരുടെ ബാല്യ കൗമാരങ്ങളിൽ വരുന്ന ഒരു ദശ കൂടിയാണ് വ്യാഴദശ. വ്യാഴം ഒരു ശുഭഗ്രഹമാണെങ്കിലും വ്യാഴദശയുടെ ആദ്യഘട്ടം ദോഷകരവും പിന്നീടുള്ള കാലം ശുഭകരവുമായിരിക്കും. വർഗോത്തമം, ഉച്ചമം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യാഴം ഗുണഫലങ്ങൾ നിർവിഘ്നം നൽകും. അതുപോലെ തന്നെ ഉച്ചനായോ ബലവാനായോ നിൽക്കുന്ന മറ്റൊരു ശുഭഗ്രഹത്തോട് യോഗം ചെയ്ത് ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ ദശ അത്യന്തം ശുഭകരമായിരിക്കും. പുണർതം നാളുകാരുടെ ബാല്യകൗമാരങ്ങളിൽ വരുന്ന ദശയായതുകൊണ്ട് ആരംഭത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. മാതാപിതാക്കൾക്ക് അലച്ചിലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഗ്രഹസ്ഥൽ സ്വസ്ഥതക്കുറവും കുട്ടികൾക്ക് ബാലാരിഷ്ടതയും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ പ്രാരംഭഘട്ടം കഴിഞ്ഞ് പിന്നീട് ഗുണകരമായ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരും. മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പലവിധ നേട്ടങ്ങളും സൗഭാഗ്യം, ദേഹകാന്തി, ബന്ധുജന സന്തോഷം, കീർത്തി, വിദ്യാവിജയം, മാതൃസൗഖ്യം, ധനലാഭം, വാഹനലാഭം എന്നീ ഗുണങ്ങൾ അനുഭവയോഗ്യമാകും. എന്നാൽ ഇടവത്തിലും തുലാത്തിലും നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയിൽ രോഗാദി ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പലവിധത്തിലുള്ള അലച്ചിലുകളും അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ മകരത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയിൽ സുഖഹാനി, പരാജയം, ധനനഷ്ടം, ഗ്രഹത്തിൽ ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയിലും കാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെയും കുടുംബ പരദേവതയെയും ഭജിക്കുന്നതും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും സമർപ്പിക്കുന്നതും പുണർതം നാളും വ്യാഴാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുന്നതും ഉത്തമം. പുണർതം നക്ഷത്രക്കാരുടെ രണ്ടാമത്തെ ദശ ശനിദശയാണ്. 19 വർഷക്കാലമാണ് ശനിദശാകാലം. ഇതിന് സമ്പന്ന ദശ എന്നും പറയും. ശനി ഒരു പാപഗ്രഹം കൂടിയായതിനാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവപ്പെടും. എന്നാൽ പുണർതം നക്ഷത്ര ജാതർക്ക് രണ്ടാം ദശ കൂടിയായ ശനിദശ ദോഷഫലങ്ങളെക്കാൾ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. സൗഭാഗ്യം, സമ്പത്ത്, സുഖം, ഭൂമിലാഭം, കാര്യാദികളിൽ വിജയം, പഠനത്തിൽ ഉന്നതി, തൊഴിൽ ഭാഗ്യം, കൃഷിയിൽ നിന്ന് ലാഭം, ധർമ്മകാര്യങ്ങളിൽ താൽപ്പര്യം, ഭാര്യാസുഖം എന്നിവ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ശനി ദുസ്ഥാനത്തോ നീചത്തിലോ നിന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ ഫലത്തിൽ കുറവ് വരുന്നതോടൊപ്പം തന്നെ പല പ്രയാസങ്ങളും നേരിട്ടേക്കാം. തന്നേക്കാൾ പ്രായം കൂടിയവരുമായി വീഴ്ച, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും പ്രവൃത്തികളിലും ഇടപെട്ട് ആപത്തുകളും ദുഷ്കീർത്തിയും അനുഭവപ്പെട്ടേക്കാം. ചിലപ്പോൾ കാരാഗ്രഹവാസം തന്നെ ഉണ്ടായേക്കാം. വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ധനഹാനിയും കടവർദ്ധനവും മനസ്സുഖക്കുറവും സ്വദേശം വിട്ടുപോകാനുള്ള ഇടയും വന്നേക്കാം. കുംഭത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ഗുണഫലങ്ങൾ ഉണ്ടാകും. എങ്കിലും ചില ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. ദേഹത്തിൽ മുറിവുകളോ ചതവോ ഉണ്ടായേക്കാനും
സന്താനങ്ങൾക്കും ഭാര്യയ്ക്കോ സുഖഹാനി ഉണ്ടായേക്കാം. മീനത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ മാതാപിതാക്കൾക്ക് അരിഷ്ടത, നേത്രരോഗം, സാമ്പത്തിക നഷ്ടം. അതുപോലെ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്ന ശനിയുടെ ദശയിൽ ആദ്യം പലവിധ അനിഷ്ടങ്ങളും ഒടുവിൽ ഭാഗ്യവും ധനവും ഐശ്വര്യവും കീർത്തിയും കൈവരും. എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങളിൽ ജനിച്ചവർക്ക് ശനി ഏറെക്കുറെ വ്യാഴദശയുടെ തുടർച്ച പോലെ എന്ന ഫലമായിരിക്കും അനുഭവപ്പെടുക. ശനിദോഷ പരിഹാരമായി ശാസ്താവിനെ ഭജിക്കുന്നതും നീരാഞ്ജനം, എള്ളുതിരി, അരയാൽ പ്രദക്ഷിണം, ശനിക്ക് നീലശംഖുപുഷ്പം കൊണ്ട് മാല ചാർത്തുന്നതും നീലപ്പട്ട് ചാർത്തുന്നതും ശനിയും പുണർദ നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും അന്നദാനം, അഗതികളെ പരിപാലിക്കുന്നതും ഉത്തമം. ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. പുണർദ നാളുകാർക്ക് 3-ാമത്തെ ദശ ബുധദശയാണ്. 17 വർഷക്കാലമാണ് ബുധദശ. 3-ാമതായി വരുന്ന ദശ പൊതുവെ അത്ര ഗുണകരമായിരിക്കില്ല എന്നാണ് വിശ്വാസം. എങ്കിലും ബുധൻ ഒരു ശുഭഗ്രഹമായതുകൊണ്ടും ശനിദശയ്ക്ക് ശേഷം വരുന്ന ഒരു ശുഭഗ്രഹദശയായത് കൊണ്ടും ബുധൻ ഏറെക്കുറെ ആശ്വാസം തരുന്ന ഒരു കാലം കൂടിയാണ് ബുധദശ. കാര്യവിജയം, ഉന്നത പദവി, കീർത്തി, ഭാര്യാപുത്രാദികളെ കൊണ്ടുള്ള സുഖം, ഉദ്യോഗത്തിൽ അഭിവൃദ്ധി, അതുകൊണ്ടുള്ള ധനലാഭം, ഉദ്യോഗത്തോടൊപ്പം തന്നെ ബിസിനസ്സിൽ നിന്നും കാർഷിക രംഗത്തു നിന്നും ലാഭം എന്നിവ അനുഭവപ്പെട്ടേക്കാം. വീട്ടിലും നാട്ടിലും സംഘടനകളിലും നേതൃത്വ പദവി, വിദ്യാവിജയം, സാങ്കേതിക വിദ്യകളിൽ പരിജ്ഞാനം എന്നീ ഗുണാനുഭവങ്ങൾ കൂടി യോഗ്യമായേക്കാം. എന്നാൽ സൂര്യനുമായി അടുക്കുമ്പോൾ മൗഢ്യം വരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ. നിങ്ങളുടെ ജാതകത്തിൽ ബുധന് മൗഢ്യമോ ദുസ്ഥാനസ്ഥിതിയോ നീചസ്ഥിതിയോ ഉണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ കുറയുന്നതോടൊപ്പം തന്നെ പല ദോഷഫലങ്ങളും അനുഭവത്തിൽ വന്നേക്കാം. സ്ഥാനഭ്രംശം, കളത്ത പുത്രാദികൾക്ക് സുഖഹാനി, മനക്ലേശം, വിദ്യാഹാനി, ധനനഷ്ടം, ശത്രുപീഡ, നേത്രരോഗം, സ്ഥാനഭ്രംശം, മാതാവിന് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നീ ഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. ദോഷപരിഹാരമായി ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ ഭജിക്കുന്നതും ഭാഗവത പാരായണവും വിഷ്ണു സഹസ്രനാമ പാരായണവും ബുധനാഴ്ചയും പുണർദം നാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, ഇനി അതിന് കഴിയാത്തവർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ബുധ അഷ്ടോത്തരി ജപിക്കുന്നതും ബുധദോഷത്തിന് പരിഹാരമാണ്. പുണർദം നാളുകാരുടെ 4-ാമത്തെ ദശ കേതുർദശയാണ്. 7 വർഷക്കാലമാണ് കേതുർദശാകാലം. 4-ാമത്തെ ദശ പൊതുവെ നല്ലതാണെന്നുള്ള അഭിപ്രായമാണെങ്കിലും കേതു ഒരു പാപഗ്രഹം കൂടിയായതിനാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. ആദ്യ ഭാഗം ക്ലേശമായിരിക്കുമെങ്കിലും 2-ാമത്തെ ഭാഗം ഏറെക്കുറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്തേക്കാം. കേതുർദശയുടെ ആദ്യഘട്ടത്തിൽ കുടുംബത്തിലും തൊഴിലിടത്തും സമാധാനക്കുറവ്, രോഗാതി ദുരിതങ്ങളും യാത്ര കൊണ്ടുള്ള അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ചും കേതു ദുസ്ഥാനത്തോ ദുർബലനായോ എന്നാൽ ഇക്കാലയളവിൽ വളഞ്ഞ വഴിയിൽ കൂടിയും നീചന്മാരിൽ നിന്നും ധനലാഭവും ഉണ്ടായേക്കാം. എന്നാൽ കേതുർദശയുടെ 2-ാം ഘട്ടത്തിൽ, പ്രത്യേകിച്ചും കേതുർദശയിലെ വ്യാഴദശാപകാരകാലം വളരെ ഗുണകരമായിരിക്കും. ദ്രവ്യലാഭം, കീർത്തി, ഉദ്യോഗത്തിൽ ഉയർച്ചയോ അംഗീകാരമോ ലഭിക്കും. ഭൂമിലാഭം, ഉന്നത വിദ്യാപ്രാപ്തി, ഇതര ഭാഷകളിൽ ജ്ഞാനം, ബഹുമതി, സൽസന്താനഗുണം, കുടുംബത്തിൽ ഐശ്വര്യം എന്നിവ അനുഭവയോഗ്യമായേക്കാം. കേതുർദോഷ പരിഹാരമായി കേതു അഷ്ടോത്തരി ജപിക്കുന്നതും മഹാഗണപതിയെ ഭജിക്കുന്നതും പുണർദം നക്ഷത്രനാൾ വ്രതമനുഷ്ഠിക്കുന്നതും ചാമുണ്ഡി, രക്തേശ്വരി, ഭദ്രകാളി എന്നിവയിൽ ഒരു ദേവതയെ ഭജിക്കുന്നതും കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ ജന്മനക്ഷത്രനാളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമം. പുണർദ നക്ഷത്രക്കാരുടെ 5-ാമത്തെ ദശ ശുക്രദശയാണ്. 20 വർഷക്കാലമാണ് ശുക്രദശ. ശുക്രൻ ഒരു ശുഭഗ്രഹമായതിനാൽ ഗുണഫലങ്ങൾ കൂടുതലായും ദോഷഫലങ്ങൾ കുറവുമായും അനുഭവപ്പെടുന്ന ഒരു കാലം കൂടിയാണിത്. ഈ ദശാകാലത്ത് അപ്രതീക്ഷിതമായ ധനാഗമനം, ദാമ്പത്യസുഖം, അശയനശയന സുഖം, സുഖഭോഗം, വീട്, വാഹനം, വിദേശയാത്രകളും വിനോദയാത്രകളും കൊണ്ടുള്ള സുഖം, എതിർലിംഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നും പലവിധത്തിലുള്ള നേട്ടങ്ങളും ആഡംബര വസ്തുക്കളും കൈവശം വന്നു ചേർന്നേക്കാം. എന്നാൽ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ദുർബലനും അനിഷ്ടസ്ഥിതനുമായാൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾക്ക് കുറവ് വരും, പലവിധ ദോഷങ്ങളും അനുഭവപ്പെട്ടേക്കാം. ഐശ്വര്യത്തിൻ്റെ അതിപ്രസരം മൂലമുണ്ടാകുന്ന അഹങ്കാരവും അഹന്തതയും ഞാനെന്ന ഭാവവും അവനവന് തന്നെ ഹാനികരമാകും.
ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങളിൽ നിന്ന് ചാടാതെ മെച്ചപ്പെട്ട സ്ഥാനം കരസ്ഥമാക്കാനും ജീവിതം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ശുക്രദശ കാലദോഷ പരിഹാരമായി വെള്ളിയാഴ്ചയും പുണർന്നാളും ഒരുമിച്ച് വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും മഹാലക്ഷ്മിയെയും കുടുംബ പരദേവതയെയും ഭജിക്കുന്നതും ശുക്ര അഷ്ടോത്തര ജപിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമം. പുണർന്നാളുകാരുടെ 6ാമത്തെ ദശ ആദിത്യ ദശയാണ്. 6 വർഷക്കാലമാണ് ആദിത്യ ദശ. ആദിത്യ ദശ പുണർന്ന നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണം അനുഭവപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. വളരെ കാലമായി പ്രതീക്ഷിച്ചിരുന്ന പല പദ്ധതികളും കാര്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം കൂടിയാണ്. കീർത്തി, അർത്ഥലാഭം, സജ്ജന സഹവാസം, സർവകാര്യ വിജയം എന്നീ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമായേക്കാം. എന്നാൽ ആദിത്യൻ ഒരു പാപഗ്രഹമായതിനാലും നീചത്തിലോ ദുർബലനായോ അനിഷ്ടസ്ഥാനത്തോ ആയിട്ടാണ് നിങ്ങളുടെ ജാതകത്തിൽ ആദിത്യൻ നിൽക്കുന്നതെങ്കിൽ പല ദോഷങ്ങളും അനുഭവപ്പെട്ടേക്കാം. പിതൃദുരിതം, കൃഷി, ഭൂമി, വാഹനം എന്നിവയ്ക്ക് നാശം, ബുദ്ധിമാന്ദ്യം, ഭാര്യയ്ക്ക് രോഗാദി ദുരിതങ്ങൾ, പല വിധത്തിലുള്ള ക്ലേശങ്ങൾ, നേത്രരോഗം എന്നീ ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. ഞായറാഴ്ചയും പുണർതം നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും സൂര്യഗായത്രി ദിവസവും ജപിക്കുന്നതും മഹാദേവനെ ഭജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തി ധാര, കൂവളമാല, പിൻവിളക്ക് സമർപ്പിക്കുന്നതും കഴിയുമെങ്കിൽ ജന്മദിനത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും ദോഷപരിഹാരമാണ്. പുണർന്നാളുകാരുടെ 7ാമത്തെ ദശ ചന്ദ്രദശയാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. ചന്ദ്രൻ്റെ പക്ഷബലം അനുസരിച്ച് ഈ ദശയിൽ നേട്ടങ്ങളോടൊപ്പം കോട്ടങ്ങളും അനുഭവപ്പെട്ടേക്കാം. ചന്ദ്രൻ ബലവാനോ ഉച്ചസ്ഥനോ ആയിട്ടാണ് നിങ്ങളുടെ ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സൗഭാഗ്യകരമായ ഒരു കാലമായിരിക്കും. ഭാര്യയെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടുമുള്ള ഭാഗ്യം, എല്ലാ കാര്യത്തിലും ഐശ്വര്യവും അഭിവൃദ്ധിയും, കാര്യവിജയം, ഔന്നത്യം, ശത്രുനാശം, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ചന്ദ്രൻ നീചസ്ഥനോ ദുർബലനോ ആയിട്ടാണ് നിങ്ങളുടെ ജാതകത്തിലെങ്കിൽ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങളും, ധനഹാനി, മാനഹാനി, ഭാര്യയ്ക്കോ മാതാവിനോ അരിഷ്ടസ്ഥിതി, കുടുംബത്തിലെ സ്ത്രീജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും അരിഷ്ടതകളും, കുടുംബക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ തടസ്സം എന്നിവ അനുഭവപ്പെട്ടേക്കാം. ദോഷപരിഹാരമായി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ചന്ദ്രനെ ഭജിക്കുന്നതും, കറുത്ത പക്ഷത്തിൽ ജനിച്ചവരാണെങ്കിൽ ഭദ്രകാളിയെയും വെളുത്ത പക്ഷത്തിലാണെങ്കിൽ ശ്രീപാർവതിയെയും ദുർഗ തുടങ്ങിയ സൗമ്യമൂർത്തികളെ ഭജിക്കുന്നതും ഉത്തമം. അഷ്ടോത്തരിയോ സഹസ്രനാമ ജപമോ വളരെ ഗുണകരമായിരിക്കും. പുണർന്ന നക്ഷത്രക്കാരുടെ 8ാമത്തെ ദശ ചൊവ്വാദശയും 9ാമത്തെ ദശ രാഹുർദശയുമാണ്. ഏകദേശം നവതിയോടടുത്ത് ഈ പ്രായത്തിൽ ജാതകൻ എത്തിയിരിക്കും. അതിനാൽ ഈ ദശാകാലത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഉചിതമായിരിക്കില്ല എന്ന് തോന്നുന്നു. പുണർന്ന നക്ഷത്രക്കാരുടെ ദശാകാലവും ദശാഫലങ്ങളും ദോഷപരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. എന്നാൽ പുണർന്ന നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.